പേജ് നമ്പർ 58 ടൈമിംഗ് ഡിഫറൻസസ് ആണ് നോക്കുന്നത് കേട്ടോ. Sometimes income or expenses is included in accounting profit in one period, but it is included in taxable profit in a different period. The temporary difference on such item are called timing differences. അപ്പോൾ ഒരു തവണ നോക്കൂ, ഇത്രയും നേരം നമ്മൾ ടെമ്പററി ഡിഫറൻസസ്, പെർമനൻറ്റ് ഡിഫറൻസസ്, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്, ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ടൈമിംഗ് ഡിഫറൻസസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ചില ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് നമുക്കറിയാം അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ടാക്സബിൾ പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അതുതന്നെയാണ് എന്തിന് കാരണമാവുന്നത്, ടെമ്പററി ഡിഫറൻസസിന് കാരണമാവുന്നത്. അപ്പോൾ ആ ഐറ്റത്തിനെ തന്നെയാണ് ടൈമിംഗ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദസ് ടൈമിംഗ് ഇൻ ഡിഫറൻസസ് originate in one period and are capable of reversal in one or more subsequent periods. അതായത് ഈ ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പീരീഡിലാണ്, ഏതെങ്കിലും ഒരു പീരീഡിൽ, അതായത് ഒരു ഫിനാൻഷ്യൽ പീരീഡിൽ അറൈസ് ചെയ്യുകയും പിന്നീട് ഉള്ള സബ്സീക്വൻറ്റ് പീരീഡിലോ അല്ലെങ്കിൽ സബ്സീക്വൻറ്റ് ഇയേഴ്സിലോ അതെന്ത് ചെയ്യുന്നു, റിവേഴ്സൽ ആവുകയോ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദ മെയിൻ ടൈപ്പ് ഓഫ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസസ് ദാറ്റ് ആർ ടൈമിംഗ് ഡിഫറൻസസ് ആർ interest received. This is accounted on accrual basis, but for tax purpose it is included on cash basis. First item timing differences പറയുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഈ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അക്രൂവൽ ബേസിസിലാണ് ചെയ്യുക, അതായത് ഡ്യൂ ബേസിസിൽ, വെദർ ഇറ്റ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട് എന്ന് നോക്കാതെ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഈ അക്രൂവൽ ബേസിസ്. പക്ഷേ ഇൻകം ടാക്സ് പ്രകാരം എങ്ങനെ ചെയ്യാൻ നോക്കൂ. ബട്ട് ഇൻ ഇൻകം ടാക്സ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓർ ഇറ്റ് ഈസ് അക്കൗണ്ടഡ് ഓൺ ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസിലാണ് അത് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതിൽ ഇൻക്ലൂഡ് ചെയ്യുക. then accelerated depreciation for tax purpose, capitalized and amortized development cost, ഇതെല്ലാം ടൈമിംഗ് ഡിഫറൻസസിന് കാരണമാവും. ആൻഡ് ഇത് ലയബിലിറ്റി, ടാക്സ് ലയബിലിറ്റിക്കും കാരണമാവുന്ന ഐറ്റംസാണ്. Thus differences which originate in one period and are capable of reversal in one or more subsequent periods are known as timing differences. എന്താ ടൈമിംഗ് ഡിഫറൻസസ് എന്നുള്ള ചെറിയ ചെറിയ ഡെഫിനിഷൻസ് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നോക്കൊരു ടേം ഡെഫേർഡ് ടാക്സ്. ഡെഫേർഡ് ടാക്സ് നമ്മൾ പറഞ്ഞു, ടാക്സ് എന്ന് പറയുന്നത് there are two types, that is current tax and deferred tax. current tax എന്ന് പറയുമ്പോൾ എന്താണ്, ടാക്സബിൾ എമൗണ്ട് ഫോർ ദ കറൻറ്റ് പീരീഡ്. പക്ഷേ ഡെഫേർഡ് ടാക്സ് എന്താണ്, ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഡെഫേർഡ് ടാക്സ് ഇസ് ദ ഡിഫറൻസ് ഇൻ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റഡ് ഫോർ ടെമ്പററി ഡിഫറൻസസ് ബിറ്റ്വീൻ ടാക്സബിൾ പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അതായത് ഡെഫേർഡ് ടാക്സ് എന്ന് വെച്ചാൽ ഡിഫറൻസ് ഇൻ ടാക്സ്. ഓക്കെ, ഡിഫറൻസ് ഇൻ ടാക്സ് എന്തിലുള്ള ഡിഫറൻസ് ആണ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് പ്രകാരമുള്ളൊരു ടാക്സ് ഉണ്ടാവും, ദെൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടാക്സബിൾ പ്രോഫിറ്റ് പ്രകാരമുള്ളൊരു ടാക്സ് ഉണ്ടാവും. അപ്പോൾ ഇവയുടെ ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. ദ ടെമ്പററി ഡിഫറൻസ് ക്യാൻ എയ്തർ ബി ടാക്സ് ലയബിലിറ്റി ടു ബി മെറ്റ് ഇൻ ഫ്യൂച്ചർ, ദാറ്റ് മീൻസ് സേവ് ടാക്സ് നൗ പേ ടാക്സ് ലേറ്റർ, ഓർ ടാക്സ് അസെറ്റ് പേ ടാക്സ് നൗ സേവ് ടാക്സ് ലേറ്റർ. അപ്പോൾ ഈ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ ഒന്ന് ടാക്സ് അസെറ്റ്, മറ്റേത് ടാക്സ് ലയബിലിറ്റി. അതായത് എന്താ ഈ ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞത്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് പ്രകാരം നമ്മളൊരു ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നു. അതായത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് അക്കൗണ്ടിങ് റൂൾസ് പ്രകാരം ചെയ്യുന്ന പ്രോഫിറ്റാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. അതും ടാക്സബിൾ പ്രോഫിറ്റും ഡിഫറെൻ്റ് ആണ്, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പഠിച്ചിരുന്നു. അപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റിൻ്റെ അനുസരിച്ച് നമ്മളൊരു ടാക്സ് എമൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഈ അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ ടാക്സ് എമൗണ്ടും ഇൻകം ടാക്സ് പ്രകാരം ചെയ്ത ടാക്സ് എമൗണ്ടും വ്യത്യാസം ഉണ്ടാവും. ഇതിനെയാണ് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ടാക്സ് ഡിഫറെൻ്റ് ആവുന്ന സമയത്ത് രണ്ട് ഡെഫേർഡ് ടാക്സുകളാണ് അറൈസ് ചെയ്യാറുള്ളത്. ഒന്നുകിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഈ ഡെഫേർഡ് ടാക്സ് അസറ്റും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയും ഇനി അങ്ങോട്ടുള്ള 3 പേജുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ട് എക്സാമിന് എഴുതുക കേട്ടോ. എന്താണ്, there is a difference between the amount of expenses and the incomes that are considered in the books of accounts and the expense or
income that are allowed or disallowed as per Income Tax Act. A very common example of this is depreciation. അതായത് ചില ഐറ്റംസ് എന്ത് ചെയ്യും, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും അല്ലെങ്കിൽ ഇൻകം ആയിട്ട് കാണിക്കും. പക്ഷേ ദീസ് ആർ അലൗഡ് ഓർ ഡിസലൗഡ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചിലപ്പോൾ അത് ഡിസലൗഡ് ആയിരിക്കും അല്ലെങ്കിൽ അലൗഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സർവ്വസാധാരണമാണ്. അതിനുള്ള ഒരു എക്സാമ്പിളാണ് ഡിപ്രിസിയേഷൻ. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ് ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. In accordance with the matching concept of accounting, taxes on income are accrued in the same period as the revenue and expenses which they relate. Since there is a difference between profit as per books and taxable profit as per IT Act. അതായത് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം ടാക്സസ് ഓൺ ഇൻകം ആർ അക്രൂഡ് ഇൻ ദ സെയിം പീരീഡ്. അതായത് ഇൻകം അറൈസ് ചെയ്യുന്നു, അതിനോടനുബന്ധിച്ച് എക്സ്പെൻസും എന്ത് ചെയ്യുന്നു, ആ പീരീഡിൽ തന്നെ അറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അക്കൗണ്ടിങ് റൂള് അല്ലേ. അതാണ് മാച്ചിങ് കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ബുക്ക് ഓഫ് അക്കൗണ്ടിങ്ങിൽ പ്രോഫിറ്റും അതേപോലെ ടാക്സബിൾ പ്രോഫിറ്റ് IT ആക്ട് പ്രകാരം ചെയ്യുന്ന ടാക്സബിൾ പ്രോഫിറ്റിലും വ്യത്യാസം ഉണ്ടാവും. ദ മാച്ചിങ് കൺസെപ്റ്റ് ഇസ് നോട്ട് ഫോളോഡ്. IT ആക്ടിൽ മാച്ചിങ് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നില്ല. സോ എനി ഇൻകം ടാക്സ് related to income as per books is shown as expense in the books of account, and the rest amount is shown as deferred tax asset or deferred tax liability. അതായത് ഇൻകത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആണെങ്കിലും അത് എക്സ്പെൻസ് ആയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കും. ആൻഡ് ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യും, ഡെഫേർഡ് ടാക്സ് അസറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ടോ കാണിക്കും. നോക്കൂ, ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അറൈസസ് ഓൺലി ഫോർ സച്ച് ടെമ്പററി ഡിഫറൻസസ് വിച്ച് ആർ ടു ബി റിവേഴ്സ്ഡ് ഇൻ ഫ്യൂച്ചർ. നമ്മൾ പറഞ്ഞു പെർമനൻറ്റ് ഡിഫറൻസ് ഉണ്ടാവും, ടെമ്പററി ഡിഫറൻസ് ഉണ്ടാവും. ഈ ടെമ്പററി ഡിഫറൻസ് എന്താണെന്ന് പറയുന്നത് ഒരു പീരീഡിൽ അറൈസ് ചെയ്ത് മറ്റു പീരീഡിൽ അല്ലെങ്കിൽ മറ്റു പീരീഡുകളിൽ റിവേഴ്സ് ചെയ്യപ്പെടുന്ന ഡിഫറൻസസിനെയാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒന്നുകിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ടാവുന്നത് ടെമ്പററി ഡിഫറൻസിൽ നിന്നാണ്. അതായത് മറ്റൊരിക്കൽ റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുള്ള ടെമ്പററി ഡിഫറൻസിൽ നിന്നാണ് ഡെഫേർഡ് ടാക്സ് അസറ്റും ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയും അറൈസ് ചെയ്യുന്നത്. ദെൻ നോ ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് ആർ ടു ബി മെയ്ഡ് ഫോർ പെർമനൻറ്റ് ഡിഫറൻസസ്. പെർമനൻറ്റ് ഡിഫറൻസസ് നമ്മുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരിക്കലും എന്തുണ്ടാവില്ല, ഡെഫേർഡ് ടാക്സ് അസറ്റോ അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയോ ഉണ്ടാവില്ല. ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയാണ്. നോക്കാം. വെൻ ദ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇസ് മോർ ദാൻ ദ ടാക്സബിൾ പ്രോഫിറ്റ്, ഇറ്റ് മീൻസ് ദാറ്റ് വി പേ ലെസ് ടാക്സ് നൗ ബട്ട് വി ഹാവ് ടു പേ മോർ ടാക്സ് ഇൻ ഫ്യൂച്ചർ. വെൻ ദ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇസ് മോർ ദാൻ ദ ടാക്സബിൾ പ്രോഫിറ്റ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് കൂടുതലും ടാക്സബിൾ പ്രോഫിറ്റ് കുറവുമായി വരുന്ന സാഹചര്യത്തിൽ, ഓക്കെ, അക്കൗണ്ടിങ് റൂൾസ് പ്രകാരം ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്താണ്, അക്കൗണ്ടിങ് പ്രോഫിറ്റാണ് കൂടുതൽ അല്ലേ ടാക്സബിൾ പ്രോഫിറ്റിനേക്കാളും. അപ്പോൾ എന്താ ചെയ്യുന്നത്, ദാറ്റ് വി പേ ലെസ് ടാക്സ് നൗ. അതായത് ടാക്സബിൾ പ്രോഫിറ്റ് പ്രകാരമുള്ള ടാക്സ് എമൗണ്ട് എന്തായിരിക്കും, കുറവായിരിക്കും. അതായത് ടാക്സബിൾ പ്രോഫിറ്റ് കുറവാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റിനേക്കാൾ എന്നുണ്ടെങ്കിൽ ടാക്സബിൾ പ്രോഫിറ്റ് കുറവാകുന്ന സമയത്ത് അതിനുള്ള ടാക്സേ കൊടുക്കുന്നുണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ ആക്ച്വലി പ്രോഫിറ്റ് കൂടുതലായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ടാക്സബിൾ പ്രോഫിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറവ് ടാക്സ് ഈ വർഷം കൊടുത്താൽ മതിയാവും. ഓക്കെ, ദാറ്റ് മീൻസ് വി പേ ലെസ് ടാക്സ് നൗ. ഈ വർഷം കുറച്ച് ടാക്സ് കൊടുക്കുന്നുള്ളൂ. ബട്ട് വി ഹാവ് ടു പേ മോർ ടാക്സ് ഇൻ ഫ്യൂച്ചർ. പക്ഷെ പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും, ഇതിനുള്ള മൊത്തത്തിനുള്ള കറക്റ്റായിട്ടുള്ള എമൗണ്ടിനുള്ള ടാക്സ് പിന്നീട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് എന്ത്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. എങ്ങനെയാണ്, വെൻ ദ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇസ് മോർ ദാൻ ദ ടാക്സബിൾ പ്രോഫിറ്റ്, ഇറ്റ് മീൻസ് വി പേ ലെസ് ടാക്സ് നൗ ബട്ട് വി ഹാവ് ടു പേ മോർ ടാക്സ് ഇൻ ഫ്യൂച്ചർ. എന്തുകൊണ്ടാണ് ലെസ് ടാക്സ് നൗ എന്ന് പറയുന്നത്, ബിക്കോസ് ദ ടാക്സബിൾ പ്രോഫിറ്റ് ഇസ് ലെസ്. ടാക്സബിൾ പ്രോഫിറ്റ് കുറവെന്ന് പറയുമ്പോൾ അതിനുള്ള ടാക്സബിൾ പ്രോഫിറ്റ് ടാക്സേ നമ്മൾ കൊടുക്കുള്ളൂ. പക്ഷേ ആക്ച്വലി പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും, ടാക്സിൻ ദാറ്റ് വി ഹാവ് ടു പേ മോർ ടാക്സ് ഇൻ ഫ്യൂച്ചർ. When the accounting income is more than the taxable income, deferred tax liability is created.
അക്കൗണ്ടിങ് ഇൻകം ആണ് കൂടുന്നത്, ടാക്സബിൾ ഇൻകം കുറയുന്ന സാഹചര്യത്തിലാണ് ഈ ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ഉണ്ട്, വായിച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ, അക്കൗണ്ടിങ് ഇൻകം 20 ലക്ഷമാണ് ആൻഡ് ടാക്സബിൾ ഇൻകം 15 ലക്ഷം ആണെങ്കിൽ ടാക്സ് റേറ്റ് 30% ആണെങ്കിൽ അക്കൗണ്ടിങ് ഇൻകം ടാക്സ് 6 lakhs. അക്കൗണ്ടിങ് ഇൻകം പ്രകാരമുള്ള ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എത്രയാണ് അക്കൗണ്ടിങ് ഇൻകം? 20 lakh. 20 lakhൻ്റെ 30% 6 lakh ആയിരിക്കും അക്കൗണ്ടിങ് ഇൻകം. ദെൻ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 lakhൻ്റെ 30% 4.5 lakhs. അപ്പോൾ 6 lakh വന്നു, 4.5 lakhs വന്നു. അതായത് അക്കൗണ്ടിങ് ഇൻകം പ്രകാരം 6 ലക്ഷം ടാക്സബിളാണ്. ടാക്സബിൾ ഇൻകം പ്രകാരം അപ്പോൾ എത്രയേ ടാക്സബിൾ ഉള്ളൂ? 4.5 lakhs ഉള്ളൂ അല്ലേ. അപ്പോൾ 4.5 ലക്ഷം മാത്രമാണ് നമ്മൾ ടാക്സ് കൊടുക്കുള്ളൂ, കാരണം ഇൻകം ടാക്സ് പ്രകാരം അത്രേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വർഷം എന്ത് ചെയ്യുന്നു? 1.5 lakhsൻ്റെ സേവ്. പക്ഷേ എന്ത് ചെയ്യണം? അത് പിന്നീട് വി ഹാവ് ടു പേ ടാക്സ് ഇൻ ഫ്യൂച്ചർ. അതായത് ബാലൻസ് ഉള്ള ഈ 1.15 lakh എന്ത് ചെയ്യണം? പിന്നീട് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യാൻ നോക്കൂ. ഇനീഷ്യൽ റെക്കഗ്നീഷൻ ഓഫ് ഗുഡ്വിൽ കണ്ടെത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇനീഷ്യൽ റെക്കഗ്നീഷൻ ഓഫ് ആൻ അസറ്റ് ഓർ ലയബിലിറ്റി ഇൻ എ ട്രാൻസാക്ഷൻ which is not a business combination at the time of transaction affects neither accounting profit nor taxable profit. ഇതൊക്കെ പഠിക്കുക നിവർത്തിയുള്ളൂ. ഗുഡ്വില്ല് ഫസ്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത്, പിന്നെ ഇനീഷ്യൽ റെക്കഗ്നീഷൻ ഓഫ് ആൻ അസറ്റ് ഓർ ലയബിലിറ്റി ഇൻ എ ട്രാൻസാക്ഷൻ ഇസ് നോട്ട് ബിസിനസ് കോമ്പിനേഷൻ. അതായത് ബിസിനസ് കോമ്പിനേഷൻ അല്ലാത്തൊരു ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അസറ്റ് ഓർ ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രാൻസാക്ഷന് ഇടയിൽ, അതായത് ഏത് ട്രാൻസാക്ഷൻ എഫക്ട്സ് നെയ്തർ, അതായത് അക്കൗണ്ടിങ് പ്രോഫിറ്റിനോ ടാക്സബിൾ പ്രോഫിറ്റിനോ ഒന്നും ബാധിക്കാത്ത ഒരു ട്രാൻസാക്ഷൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തുമാണ് ഈ ഒരു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയൊക്കെ അറൈസ് ചെയ്യാറുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ, ആൻ അസറ്റ് വിച്ച് കോസ്റ്റ് ₹200 ഹാസ് എ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ₹140. ഒരു അസറ്റിന് വിലയായത് 200 രൂപയാണ്, പക്ഷെ അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 140 കുമുലേറ്റീവ് ഡിപ്രീസിയേഷൻ ഫോർ ടാക്സ് പർപ്പസസ് 120. അതിൻ്റെ ക്യുമുലേറ്റീവ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 120 ടാക്സ് റേറ്റ് 30. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും ടാക്സ് ലയബിലിറ്റി എന്നുള്ളതാണ്.